Hello friends, welcome to Shali's Kitchen. ഇന്നൊരു ഹെൽത്തി ആയ എണ്ണൊന്നും ഇല്ലാതെ അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഷാലീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനാവശ്യമായത് ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 3/4 കപ്പ് ശർക്കര ഉണ്ട് കേട്ടോ. ഇത് ഞാനൊരു 3 വലിയ ശർക്കര ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് ശർക്കര പാനി ഉണ്ടാക്കാം. ഓക്കെ, ഒരു പാൻ ഓൺ ചെയ്തിട്ട് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുക. ശർക്കര എല്ലാം ഇതിലിട്ട് കൊടുക്കുക. ശർക്കരയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഓൾമോസ്റ്റ് ഒരു 1 കപ്പ് ശർക്കര വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മെൽട്ടായി വരട്ടെ. ശർക്കര മെൽട്ടായി വരുന്നുണ്ട്. ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ശർക്കര. അപ്പോൾ ശർക്കര പാനി ഇതാ ഞാൻ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 കപ്പ് അരി എടുത്തിട്ട് 4 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് ഇപ്പോൾ അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ട്. 1 കപ്പ് ഇത് എടുത്തിട്ടുണ്ട് തേങ്ങ. ഓക്കെ, തേങ്ങ ഞാൻ ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിൻ്റെ ജാർ എടുത്തിട്ട് നമ്മൾ കഴുകി വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ശർക്കര പാനിയില്ല അത് ഒഴിച്ചു കൊടുക്കുക. ആൻഡ് തേങ്ങ ഇട്ട് കൊടുക്കുക. കുറച്ച് ഞാൻ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇത് നന്നായി മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഓക്കെ, ഞാനിത് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇത് ഫുള്ള് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സോ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. നമുക്ക് കുറച്ച് ലൂസാണ്, ബട്ട് നോട്ട് വെരി ലൂസ്. ഭയങ്കരമായിട്ട് ലൂസല്ല, എന്നാലും കുറച്ച് ഒരു ലൂസാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. എനിക്കൊരു കിണ്ണ എടുക്കാം. എനിക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ പറ്റിയ പോലത്തെ കിണ്ണ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചെറിയ കിണ്ണത്തപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇത് 2 ആക്കിയിട്ട് ബാറ്റർ റെഡിയാക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുള്ളൂ. ഞാനിപ്പോൾ 1 കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് 2 ഇതായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്റ്റീമർ, നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രം ഉണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ. വെച്ചിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇതപ്പോൾ എത്ര മിനിറ്റ് ആയിന്ന് ഞാൻ ഇത് പറഞ്ഞു തരാം കേട്ടോ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്ത്, ഇതിപ്പോൾ ക്യാമറയിൽ കുറച്ച് ലൈറ്റ് കളറാണ്, പക്ഷെ നല്ല കളർ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 13 മിനിറ്റ് ആയിട്ടുണ്ട്. യൂഷ്വലി ഞാൻ ഒരു 15 മിനിറ്റ്സ് ആകുമ്പോഴേക്കും ഇത് എടുക്കാറുണ്ട്. അപ്പം നമുക്ക് ഇത് എടുത്ത് നോക്കിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് നോക്കാം. അപ്പോൾ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ക്ലീനായി വന്ന് അതിൻ്റെ അകത്ത് ഇത് റെഡി ചെയ്യുന്നതാണ് കേട്ടോ. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് കൂൾ ചെയ്തിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ എത്ര മാവിടുന്ന അതനുസരിച്ചിട്ട് ടൈം വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ആൻഡ് നിങ്ങൾ ഗ്യാസിൻ്റെ അനുസരിച്ചിട്ട്, അപ്പം നിങ്ങൾ അതനുസരിച്ചിട്ട് നിങ്ങൾ നോക്കണേ. ഇത് ഞാൻ കൂൾ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ സ്റ്റീമിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി എത്ര സോഫ്റ്റ് ആണെന്ന്. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കാഷ്യൂനട്ട് ഇടാം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് കടലപ്പരിപ്പ് വേവിച്ചിട്ടും ഇതിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതായിട്ട് താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.